ബസ് പെർമിറ്റിനെ ചൊല്ലിയുള്ള തർക്കവുമായി മോട്ടോർ വാഹന വകുപ്പും റോബിൻ ബസ് ഉടമയും. കാഞ്ഞിരപ്പള്ളി പാലാ റൂട്ടിൽ ഓടുന്ന റോബിൻ ബസ് ഇരാറ്റുപേട്ടയിൽ MVD തടഞ്ഞു. പെർമിറ്റ് ഇല്ലെന്ന് പറഞ്ഞാണ് ബസ് തടഞ്ഞത്. ബസ് ഉടമയായ റോബിൻ ഗിരീഷ് പെർമിറ്റ് ഓഗസ്റ്റ് വരെ ഉള്ളതായി പറഞ്ഞെങ്കിലും ഉദ്യോഗസ്ഥർ സമ്മതിച്ചില്ല. ബസ് കസ്റ്റഡിയിൽ എടുത്തതായും സ്റ്റേഷനിൽ കയറ്റി പാർക്ക് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തതോടെ വാക്കേറ്റമായി. കോടതി ഉത്തരവ് കാണിച്ചെന്നുള്ളത് അതും കൂടെ എഴുതി അവൻ ഒപ്പിട്ടുണ്ട്. ആ കാണിക്കുന്ന ഇപ്പൊ വരുന്നത് ഇപ്പൊ പാദയാത്രയിൽ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞാല് പെട്ടെന്ന് കിട്ടുന്ന സാധനം അല്ലല്ലോ ഇത്. ഇതൊക്കെ വാഹനത്തിൽ സൂക്ഷിക്കേണ്ട സാധനം അല്ല. എല്ലാ കാര്യങ്ങളും ഡിജിറ്റലായിട്ട് കൈവെക്കാനാണ് എന്റെ ഡ്രൈവറ് ആരെങ്കിലും നിങ്ങളെ കേൾക്കുന്നുണ്ടല്ലോ, പ്രതിയെ കൊണ്ട് ആരെങ്കിലും വണ്ടി എടുപ്പിക്കുന്നുണ്ടല്ലോ. സാറ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനാണെങ്കിൽ സാറ് വണ്ടി എടുത്തിട്ടു, എനിക്ക് കുഴപ്പമില്ല. എന്റെ ഉത്തരവാദിത്തത്തിൽ സൂക്ഷിക്കുകയല്ല. സാറ് ഇപ്പൊ തോന്നുന്നതാണ് സാറ്, ആ കാര്യത്തിൽ സാറിന് തോന്നുക. സാറ് അങ്ങനെ എഴുതി ഒപ്പിടിപ്പിച്ചാൽ ഒപ്പിട്ടാ പോരാ, അതിന്റെ കോപ്പി ഇങ്ങോട്ടൊന്ന് തരണം. സാറ് തന്നോ? സാറ് എഴുതി ഡ്രൈവറെ കൊണ്ട് ഒപ്പിടിപ്പിച്ചിട്ട് സാറ് അതിന്റെ കോപ്പി തന്നോ? ഡ്രൈവർ വണ്ടി കൊണ്ടിടുമ്പോഴല്ല എഴുതി ഒപ്പിടിപ്പിച്ചാൽ അതിന്റെ കോപ്പി തന്നു. വണ്ടി അവിടെ ഇട്ടൂന്നല്ല സാറ് കൈ ഏറ്റുന്നാണ് അതിന്റെ ഒപ്പിട്ടിരിക്കുന്നത്. സാറ് തന്നെ ഇട്ടുണ്ടാ മതി, അല്ലാതെ എന്നെ കൊണ്ട് ഷെഡ് ഇടിക്കാൻ നോക്കണ്ട സാറ്. ആവശ്യത്തിനുള്ളത് ഇറക്കാൻ ഇട്ടോളാം. കസ്റ്റഡിയിലെടുത്ത വാഹനം പാർക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തം തന്റെ ഡ്രൈവർക്കില്ലെന്നും MVD തന്നെ ബസ് പാർക്ക് ചെയ്യാൻ റോബിൻ ഗിരീഷ് ആവശ്യപ്പെട്ടു. ഓഗസ്റ്റ് 30 വരെ വാഹനത്തിന് പെർമിറ്റ് ലഭിച്ചിട്ടുള്ളതായി ഗിരീഷ് പറയുന്നു. ഓൾ ഇന്ത്യ ബസ് പെർമിറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് മുൻ സർക്കാരിന്റെ കാലത്ത് റോബിൻ ഗിരീഷുമായി മോട്ടോർ വാഹന വകുപ്പ് സ്ഥിരം സംഘർഷത്തിലായിരുന്നു. ഉദ്യോഗസ്ഥർ തന്റെ നേരെ തുടർന്ന പകപോക്കലിന്റെ ഭാഗമാണ് ഈ നടപടിയെന്നാണ് റോബിൻ ഗിരീഷ് പറയുന്നത്. അതേസമയം കോടതി ഉത്തരവുണ്ടെങ്കിലും ഇത് മോട്ടോർ വാഹന വകുപ്പിൽ ഹാജരാക്കി വണ്ടി ഓടിക്കുന്നതിനുള്ള പെർമിറ്റ് എടുത്തിട്ടില്ല എന്നാണ് അധികാരികൾ പറയുന്നത്.